പല പേരുകൾ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൗതമൻ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ശാക്യമുനി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, തഥാഗതൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല പേരുകളിലും അദ്ദേഹത്തിൻ്റെ ആശയം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നിനും എന്ത് ചെയ്യുക, ഉപദ്രവിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക, അതാണെന്ന് അഹിംസ. ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ സ്തൂപമൊക്കെ കെട്ടിയിട്ട് സന്യാസിമാരുടെ കൂട്ടത്തിനാണ് നമ്മളെന്ത് പറയാം, സംഘങ്ങൾ എന്ന് പറയാം. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് ബുദ്ധമത പ്രചരണമാണ് ബുദ്ധ സന്യാസി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ജൈനമതം എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ബുദ്ധമതത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 8ാം ക്ലാസ് എന്തിട്ടുണ്ട്, ഓൾറെഡി ഈ സാധനം പഠിച്ചു കഴിഞ്ഞതാണ്. എന്നാൽ എന്ത് ചെയ്യുക, നമുക്കിവിടെ അതൊന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെയുള്ള പല കാര്യങ്ങളും വലത് ഭാഗത്തൊക്കെ എന്തിട്ടുണ്ട്, എടുത്തങ്ങ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അത് മാത്രം അങ്ങ് പഠിച്ചങ്ങ് പോയാൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നോക്കി ഏറ്റവും ബേസായുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കാമല്ലോ. നോക്ക്, ഗൗതമ ബുദ്ധൻ എന്താണ് ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ യഥാർത്ഥ പേരെന്താണെന്ന് നമുക്കറിയാം. സിദ്ധാർത്ഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് എന്നുള്ള കാര്യം നമുക്ക് അറിയാം. പല പേരുകൾ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗൗതമൻ എന്ന ഒരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, ശാക്യമുനി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്, തഥാഗതൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇങ്ങനെ പല പേരുകളിലും അദ്ദേഹം അറിയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം എന്താണ്, സിദ്ധാർത്ഥൻ എന്നാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി അദ്ദേഹം ജനിച്ചത് എവിടെയാണെന്നുള്ള കാര്യമാണ് പിന്നീട് പറയുന്നത്. എവിടെ ജനിച്ചത്? നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ജനിക്കുന്നത്. അല്ലേ? ശുദ്ധോധനൻ, മഹാമായ എന്നിവരുടെ മകനായിട്ട് നേപ്പാളിലെ കപിലവസ്തുവിലുള്ള ലുംബിനിയിൽ എന്ത് ചെയ്തു, ബുദ്ധൻ ജനിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇദ്ദേഹത്തിന് ഈ ഗൗതമൻ എന്നുള്ള പേര് വരാൻ ഒരു കാരണമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരെന്താണ്, മഹാമായ എന്നാണ് പറഞ്ഞല്ലോ. ബുദ്ധൻ ജനിച്ചിട്ട് അധികം വൈകാതെ എന്ത് ചെയ്തു, മഹാമായ മരിച്ചുപോയി. ശേഷം അദ്ദേഹത്തിനെ എടുത്ത് വളർത്തുന്നത് ആരാണ്, ഗൗതമി എന്ന് പറയുന്ന വളർത്തമ്മയാണ്. അപ്പോൾ ആ ഒരു ഗൗതമിയുടെ പേരിൽ നിന്നുമാണ് അദ്ദേഹത്തിന് എന്ത് പേര് കിട്ടുന്നത്, ഗൗതമൻ എന്നുള്ള പേര് ലഭിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്, അദ്ദേഹത്തിന് ബോധോദയം ലഭിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് എന്നുള്ളതാണ്. അല്ലേ? ബോധോദയം ലഭിക്കുക എന്ന് പറഞ്ഞാൽ പരമമായിട്ടുള്ള ജ്ഞാനം നേടുക എന്നർത്ഥം. അപ്പോൾ ബീഹാറിലെ ബുദ്ധഗയയിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നത്, ബോധോദയം ലഭിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എത്രാമത്തെ വയസ്സിൽ? 35ാമത്തെ വയസ്സിൽ. പഠിക്കേണ്ട ആവശ്യമില്ല, പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ബോധോദയം ലഭിച്ചു 35ാം വയസ്സിൽ. അതിനുശേഷമാണ് സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ വ്യക്തി എന്ത് പേരിൽ അറിയപ്പെടാൻ വേണ്ടി തുടങ്ങുന്നത്, ബുദ്ധൻ എന്നുള്ള പേരിൽ അറിയപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. ഓക്കെ അല്ലേ? ഇനി 4ാമത്തെ പോയിന്റ് നോക്ക്. എന്താ 4ാമത്തെ പോയിന്റ്? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രഭാഷണം നടക്കുന്നത് എവിടെ വെച്ചിട്ട്, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ എന്ത് ചെയ്യുക, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രസംഗം അല്ലേ, അത് നടക്കുന്ന എവിടെ വെച്ചിട്ടാണ്, അത് സാരാനാഥിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. എവിടെയാണ് സാരാനാഥ്? ഉത്തർപ്രദേശിലാണെന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണ്, എവിടെ വെച്ചിട്ടാണ് അദ്ദേഹം നിർവ്വാണം പ്രാപിക്കുന്നത്? നിർവ്വാണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോവുക അല്ലേ? അതെവിടെ വെച്ചിട്ടാണ്? അത് കുശി നഗരത്തിൽ വെച്ചിട്ടാണ്. എവിടെയാണ് കുശി നഗരം? ഉത്തർപ്രദേശിലാണ് കുശി നഗരം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു 5 പോയിന്റ് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആദ്യം പഠിച്ച് വെക്കുക. ഓക്കെ, ഇനി ശേഷം മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് നോക്ക്. ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു എന്നാണ് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ പറയുന്നത്. മാത്രമല്ല അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയും എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം നിരാകരിച്ചു. എന്ന് പറഞ്ഞാൽ വേണ്ട എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ വേദങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, യാഗങ്ങൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്, ജാതി വ്യവസ്ഥ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി അദ്ദേഹത്തിൻ്റെ ആശയം എങ്ങനെയുള്ള ആശയമായിരുന്നു? അദ്ദേഹത്തിൻ്റെ ആശയം അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒന്നിനും എന്ത് ചെയ്യുക, ഉപദ്രവിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക, അതാണെന്ന് അഹിംസ അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയം എങ്ങനെയായിരുന്നു? അഹിംസയിൽ അധിഷ്ഠിതമായിരുന്നു. ഇനി ഇങ്ങനെയുള്ള അഹിംസ പോലുള്ള ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കണ്ടേ? അതെങ്ങനെയാണ് പ്രചരിപ്പിക്കുക? ആ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരൻ്റെ ഭാഷ തന്നെ ഉപയോഗിക്കണം അല്ലേ? അപ്പോൾ അദ്ദേഹം ആ ഒരു ആശയങ്ങളൊക്കെ ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണക്കാരൻ്റെ ഭാഷ ഉപയോഗിച്ചു. അന്നത്തെ സാധാരണക്കാരൻ്റെ ഭാഷ ഏതാണ്? അത് പാലി ഭാഷയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ജനങ്ങളുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമ്പോൾ സംസാരിച്ചിരുന്ന ഭാഷ ഏതാണ്? അത് പാലി ഭാഷയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക.
ഓക്കെ, ഇത്ര പോലെ പോയിന്റ് കിട്ടിയില്ലേ? വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥ എന്ത് ചെയ്തു? അദ്ദേഹം നിരാകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയം എന്താണ്? അഹിംസയാണ്. അഹിംസ ഏത് രീതിയിൽ, അല്ലെങ്കിൽ ആശയങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നത്, ആ ഭാഷ ഏതാണെന്ന്, അത് പാലി ഭാഷയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇത്ര പോലെ കിട്ടിയില്ലേ? ഇനി അദ്ദേഹത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ, അതാണ് നമ്മളിനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം ബുദ്ധൻ്റെ തത്വങ്ങൾ ഏതൊക്കെ. നോക്കിയേ, ഏതൊക്കെയാണ് ആ തത്വങ്ങൾ എന്ന് പറഞ്ഞത്? ഒന്നാമത്തേത്, ജീവിതം എന്ന് പറഞ്ഞ എന്താണ്? ദുഃഖമയമാണ് എന്നാ പറയുന്നത്. ഇനിയോ, ആശയാണ് ഈ ദുഃഖത്തിൻ്റെ കാരണം. അപ്പോൾ ജീവിതം ദുഃഖമയമാണ്. എന്താ ഈ ദുഃഖത്തിൻ്റെ കാരണം? ആശ അല്ലെങ്കിൽ ആഗ്രഹമാണ് ദുഃഖത്തിന് കാരണം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ദുഃഖമില്ലാതെ ആക്കണമെങ്കിൽ നമ്മൾ എന്തിനു നശിപ്പിച്ചാൽ മതി? ആശയെ നശിപ്പിച്ചാൽ മതി. അപ്പോൾ ആഗ്രഹങ്ങൾ നശിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്തില്ലാതെയാവും? ദുഃഖം ഇല്ലാതെയാകും അല്ലേ? ഇതിനെന്ത് ചെയ്യണം? ഈ ദുഃഖം ഇല്ലാതാവണമെങ്കിൽ, അല്ലെങ്കിൽ ആശ ഇല്ലാതെയാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം എന്നാണ് ബുദ്ധൻ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ ഈ അഷ്ടാംഗ മാർഗം എന്ന് പറഞ്ഞാൽ? ഇതാ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ശരിയായ വീക്ഷണം അല്ലേ, ശരിയായ ചിന്ത, ശരിയായ വാക്ക്, ശരിയായ പ്രവൃത്തി, ശരിയായ ജീവിതം, പരിശ്രമം, സ്മരണ, ധ്യാനം. ഇതൊക്കെയാണ് അഷ്ടാംഗ മാർഗം എന്ന് പറഞ്ഞാൽ 8 തത്വങ്ങളാണ്. മനസ്സിലായി? അഷ്ടാംഗം. അപ്പോൾ ഈ ഒരു അഷ്ടാംഗ മാർഗമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഇതെന്ന് ബുദ്ധൻ്റെ പ്രധാനപ്പെട്ടുള്ള തത്വങ്ങൾ. നിർബന്ധം പഠിക്കണേ. ജീവിതം ദുഃഖമയമാണ്. ആശയാണ് ദുഃഖത്തിന് കാരണം. ആശയം നശിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആഗ്രഹത്തെ നശിപ്പിക്കുകയാണെങ്കിൽ ദുഃഖമില്ലാതെയാവും. അതിനെന്ത് വേണം? അഷ്ടാംഗ മാർഗം അനുഷ്ഠിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തത് സ്തൂപങ്ങൾ. എന്താ ഈ സ്തൂപങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത് കെട്ടിടങ്ങളാണ് അല്ലേ? അർദ്ധവൃത്താകൃതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇതെന്ന് സ്തൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്താ ഇതിൻ്റെ പ്രത്യേകത? ഈ കെട്ടിടങ്ങളിലെല്ലാം ബുദ്ധൻ്റെ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. അത് ഏത് രീതിയിലാണ്? അദ്ദേഹത്തിൻ്റെ ഭൗതികാവശിഷ്ടങ്ങൾ വെച്ചിട്ടുള്ള, ഉപയോഗിച്ച വസ്തുക്കൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? സ്തൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലേ? അതിൻ്റെ ആകൃതി എങ്ങനെയാണ്? അർദ്ധവൃത്താകൃതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അല്ലേ? ഈ ഭൗതികാവശിഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക, അദ്ദേഹത്തിൻ്റെ പല്ല്, അദ്ദേഹത്തിൻ്റെ മുടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പല്ല് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്, അവിടെ സ്തൂപമൊക്കെ കെട്ടിയിട്ട്. മനസ്സിലായില്ല? അപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലങ്ങൾ, അതാണിതെന്ന്. അവിടെയാണ് സ്തൂപങ്ങൾ നിർമ്മിക്കുക അല്ലേ? അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അല്ലേ, അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള മെതിയടികൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണിതെന്ന് സ്തൂപങ്ങൾ. അത് നിർമ്മിതിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ആകൃതി എങ്ങനെയാണ്? അർദ്ധ വൃത്താകൃതിയാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. 2 സ്തൂപങ്ങളുണ്ട് ഇന്ത്യയിൽ, 2 അല്ല അതിൽ കൂടുതലുണ്ട്. എന്നാലും പ്രധാനപ്പെട്ടുള്ള 2 സ്തൂപങ്ങൾ, ഒന്ന് സാഞ്ചിയിലാണ്, 2 സാരനാഥിലാണ്. മധ്യപ്രദേശിലെ സാഞ്ചിയിലും ഉത്തർപ്രദേശിലെ സാരനാഥിലുമാണിതെന്ന് 2 പ്രധാനപ്പെട്ടിട്ടുള്ള സ്തൂപങ്ങൾ ഉള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് സംഘങ്ങളെ കുറിച്ചിട്ടാണ്. എന്താ ഈ സംഘങ്ങൾ എന്ന് പറഞ്ഞാൽ? സന്യാസിമാരുടെ കൂട്ടത്തിനാണ് നമ്മളെന്ത് പറയാം? സംഘങ്ങൾ എന്ന് പറയാം. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന്? ബുദ്ധമത പ്രചരണമാണ് ബുദ്ധ സന്യാസി സംഘങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അല്ലേ? ആ ഒരു സംഘത്തിൽ പുരുഷന്മാരുണ്ടാവും, സ്ത്രീകളുണ്ടാവും അല്ലേ? അപ്പോൾ പുരുഷന്മാർ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഭിക്ഷുക്കൾ എന്ന പേരിലാണ് പുരുഷ സന്യാസിമാർ അറിയപ്പെടുന്നത്. ഭിക്ഷുണികൾ എന്ന പേരിലാണ് സന്യാസിനിമാർ അറിയപ്പെടുന്നത്. ലക്ഷ്യം എന്താണ്? ബുദ്ധമത പ്രചരണം. ഓക്കെ അല്ലേ? അപ്പോൾ സംഘം എന്നുള്ള ഒരു ടേം എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. സന്യാസിമാരുടെ കൂട്ടമാണെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? ലാസ്റ്റ് പോയിന്റ് നോക്കാലോ. എന്താണ്? ഏറ്റവും അവസാനം പറഞ്ഞൊരു കാര്യമാണ്, പിൽക്കാലത്ത് ബുദ്ധമതം 2ആയിട്ട് പിരിഞ്ഞു. ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി ജൈനമതം പഠിച്ചിട്ടുണ്ടല്ലേ? എന്ത്? ശ്വേതംബരന്മാരെന്നും ദിഗംബരന്മാരെന്നും 2ആയിട്ട് പിരിഞ്ഞെന്ന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ ബുദ്ധമതവും 2ആയിട്ട് പിരിഞ്ഞു. ഏതൊക്കെയാണ്? ഒന്ന് ഹീനയാനം എന്ന പേരിലും മഹായാനം എന്ന പേരിലും അല്ലേ? അതിൽ ഈ മഹായാനക്കാരാണ് മക്കളെ ബുദ്ധനെ ദൈവമായിട്ട് ആരാധിക്കുന്നത്. ഓക്കെ അല്ലേ? ഹീനയാനക്കാരോ ബുദ്ധൻ്റെ ആശയങ്ങൾ അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ ആചരിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തില്ല? ഈ വിഗ്രഹാരാധനയോ ദൈവം എന്നുള്ള കൺസെപ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ബുദ്ധൻ്റെ പ്രിൻസിപ്പിൾസ് അതേപോലെ പിന്തുടരുന്ന ആൾക്കാരാണ് ആര്? ഹീനയാനക്കാർ. പക്ഷേ മഹായാനക്കാരെന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധനെ തന്നെ എന്താണ്? ദൈവമായിട്ട് ആരാധിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ ബുദ്ധമത വിശ്വാസികളൊക്കെ ഉണ്ടല്ലോ, ബുദ്ധൻ്റെ പ്രതിമയ്ക്ക് വെച്ചിട്ട് പൂജിക്കുന്ന ആൾക്കാരില്ലേ, അവരൊക്കെ ആരാന്ന്? അവർ മഹായാനക്കാരാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇത്ര പോലെയാണ് നമുക്ക് എന്തിനെക്കുറിച്ച് പറയാനുള്ളത്? ബുദ്ധ മതത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്.
ഓക്കെ അല്ലേ. ബാക്കി ഇവിടെ എക്സ്ട്രാ റീഡിങ്ങുള്ള കാര്യം എന്തിട്ടുണ്ട് ഇവിടെ പറയുന്നുണ്ട്. എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അല്ലേ. ബുദ്ധ വിശ്വാസങ്ങൾ കേരളത്തിലും പ്രചാരത്തിലുണ്ടായിരുന്നു. പുരാതന തമിഴ് കൃതിയായിട്ടുള്ള മണിമേഖലയിലെ നായികയായിട്ടുള്ള മണിമേഖല ബുദ്ധമതം സ്വീകരിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അല്ലേ. നമ്മളുടെ കേരളത്തിലുള്ള പല ജില്ലകളിലും എന്തിന് സാന്നിധ്യമുണ്ട് മക്കളെ, ഈ ബുദ്ധമത സാന്നിധ്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആലപ്പുഴയൊക്കെ ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കരുമാടിക്കുട്ടൻ ഒക്കെ കേട്ടില്ലേ, അതെന്താന്ന് ബുദ്ധ പ്രതിമയാണ് അല്ലേ, കരുമാടിക്കുട്ടനൊക്കെ. അതേപോലെ തന്നെ ഈ അയ്യപ്പൻ എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് ബുദ്ധനാണെന്നൊക്കെ എന്താണ് പറയുന്നുണ്ട്. ഇപ്പോൾ ശബരിമലയിലുള്ള ശാസ്താവ് അയ്യപ്പനാണെന്നൊക്കെ ഈ ബുദ്ധനാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എന്താണ് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ട, അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാ, ഈ ഒരു വലത് ഭാഗത്ത് കാണുന്ന കാര്യം എന്ത് ചെയ്യുക, ആ രീതിയിൽ ചെറിയ ചെറിയ പോയിൻ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. പിന്നെ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.